നമുക്കൊരു ചാലഞ്ച് തരട്ടെ. എന്താന്നോ, നിന്റെ ബോഡി വെയിറ്റ് ഇട്ട് നീ ഒരു 3 റെപ്പ് അടിച്ചാൽ 3 റെപ്പല്ല, നീ ചോദിക്കുന്ന എന്തും വാങ്ങിത്തരും. എന്താ വേണ്ട? ആ ജയിക്കോ ഇവള്? ജിമ്മിൽ വരുമ്പോ പ്രീ വർക്കൗട്ട് നിർബന്ധമായും കഴിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞ ഇവളുടെ അടുത്ത് കഴിച്ചിട്ട് വരാം. മുടി കാടായി, അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. കളറൊക്കെ പോട്ടോ, ഹെയർ കളറൊക്കെ ഇന്ന് വേറെ ലുക്കിലാക്കാൻ പോവാ. ഇതുവരെ കണ്ട ലുക്കല്ല, ഇന്ന് വേറൊരു ലുക്കിലേക്ക് പോവാൻ വേണ്ടി നമ്മള് നോക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബിഫോർ ലുക്ക്, ആഫ്റ്റർ ലുക്ക് നമുക്ക് കാണാം. എന്താ 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 പരിപാടി? ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയിട്ട് ഇന്നത്തെ ഫുൾ ഡേ നമ്മള് വ്ലോഗ് എടുക്കുന്നു. അതെ, എണീക്കുമ്പോ തൊട്ട് എടുക്കാനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ബോറടിക്കും. ബാബു 9 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ സമയം 9:15. നമ്മളിപ്പോ ജിമ്മിലേക്ക് പോവാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ജിമ്മിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈവനിങ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്ന് ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഒരു ലെഗ് സ്കിപ്പായി. അപ്പോൾ ഇന്ന് ഈ സാറ്റർഡേ നമ്മൾ മോർണിംഗ് പോയി ആ ലെഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളെ ഫുൾ ബോഡി വർക്കൗട്ട് അല്ലേ, ഫുൾ ബോഡി ആവും. ഇവള് പിന്നെ ആംസും ഇത് ട്രൈസെപ്സ് ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ഇവക്ക് പിന്നെ കുഴപ്പമില്ല. അപ്പം നേരെ നമ്മൾ ജിമ്മിലേക്ക് പോവാ. ജിമ്മിൽ പോയിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, വേറെ എവിടെയും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് എവിടെയും പോവില്ല. നിന്റെ കളി ഉണ്ടല്ലോ, അതൊന്നും നടക്കൂല. ഇന്ന് ജിമ്മിൽ പോയിട്ട് നല്ല ലെഗിന് നല്ല ഹെവി വർക്കൗട്ട് ചെയ്യാം, ലെഗ് ഒന്ന് പമ്പായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് എവിടെയും പോകുന്നില്ല. എന്താ അത് കഴിഞ്ഞിട്ട് എവിടെ പോകേണ്ടത് പറ? ഫാനൊന്നും ഓണാക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഓ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കണോ? എന്താ അത് പറയുന്നേ? ജിമ്മിൽ പോകുന്നത് വർക്കൗട്ട് ചെയ്യാൻ, പിന്നെ പുറത്ത് പോയിട്ട് നെയ്യ് അടിച്ച് ചവിട്ടിപ്പോയതാ. അത് തുടച്ചോ? ആ, അത് തുടയ്ക്കാന്നുള്ളൂ. ആ, എന്റെ കാലിൽ തുടയ്ക്കാം. ഇല്ല പോവും, അത്രേ ഉള്ളൂ. എന്താണ് വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ അറിയാണ്ട് അവൾ ചവിട്ടിപ്പോയി, അതാണ് ഇപ്പൊ പ്രശ്നം പറ്റിയത്. അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ നേരെ പോകുന്നു. എൻ്റെ ജിമ്മ് കഴിഞ്ഞിട്ട് പുറത്ത് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ കൂടെ പോകാൻ കുറച്ച് ഘട്ടമുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്നതേ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലേ അത് സത്യം പറ, നീ ജിമ്മിൽ ആയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തത് കഴിക്കാറില്ലേ? ഓഹോ, അതെ, മോർണിംഗ് കഴിക്കാനൊന്നുമില്ല. ആ, അപ്പോൾ നല്ല വെയിലുണ്ട്, നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം. അത് വണ്ടി ഓടിക്കണോ? വരുമ്പോ നീ എടുക്കണം, എടുത്തില്ലെങ്കിൽ നോക്കിക്കോ. വരുമ്പോ എടുക്കുവോ? പവർ ഓഫ് വുമൻ കാണിക്കുവോ? ആ, അപ്പൊ പറയും ലെഗ് കാല് വേദന എനിക്ക് എടുക്കാൻ പറ്റൂല പറയും. ഓക്കെ, നേരെ ജിമ്മിലേക്ക് പോവാ അല്ലേ? അതി ചെറിയ വർക്കൗട്ടൊക്കെ ഞാൻ അവിടെ ഫിറ്റ് ചെയ്തു. അത് ഞാൻ അന്നേ ഫിറ്റ് ചെയ്തല്ലോ. അന്ന് കാറ് കൊണ്ടുവന്നപ്പോഴേ ഫിറ്റ് ചെയ്തു. കാറ് സർവീസിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ ഞാൻ അത് അങ്ങോട്ടേക്ക് ഫിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ സാധനം അത് ഫോൺ ഹോൾഡർ ആണ്. ഞാൻ എന്റെ റൈറ്റ് സൈഡിലാണ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോ അല്ല, ഞാൻ ഫോൺ എടുത്ത് വെക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താന്നറിയോ, ഇവന് രണ്ടും പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോ പേടിയാവില്ലേ? കാറിന്റെ മുകളിൽ സ്പൈഡർമാൻ ഇരുന്ന് പോകും പുറത്ത്. നമുക്ക് നേരെ പോണോ റൈറ്റ് എടുത്ത് പോണോ? ഏതാ വേണ്ട? റൈറ്റ് എടുത്ത് മറ്റേ പാടത്തിന്റെ ഇതിലെ കൂടെ പോവാ അല്ലേ? പാടത്തിക്കര അതാണ് അതിന്റെ പേര്. എനിക്കറിയില്ല. പാടത്തിക്കര ഒന്നുമല്ല, നിലമ്പതി അതിലെ കൂടെ പോവല്ലേ? നമ്മള് കാക്കനാട് കേറാണ്ട്, അതാണ് ആ സ്ഥലത്തിന്റെ പേര്. ചേട്ടൻ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കും. ഞാൻ ലുക്കല്ലേ? രാത്രി നല്ല മഴയായിരുന്നു. നിന്റെ കൂളിംഗ് ഗ്ലാസ് ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു. ഫീൽ ഇങ്ങനെ ഇരിക്കുക. ഇന്നലെ
നല്ല മഴയല്ല, ഒരു ചെറിയ മഴ. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാ ഇന്നലെ വൈകിട്ട് ചായ ഉണ്ടാക്കിയപ്പോ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. പിന്നെ പിസ്സ ഓർഡർ ചെയ്തപ്പോ കുറച്ച് ലേറ്റ് ആയി എത്താൻ. അതിന്റെ മൂഡ് ഓഫില് ഇവക്ക് ഈ ഫുഡാക്കാൻ വയ്യ, ഇനി പുറത്തു പോയി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് നമ്മള് പുറത്തിറങ്ങി. പുറത്തുപോയി കഴിച്ചു. അത് പുറത്തുപോയി കഴിച്ചിട്ട് അപ്പം കഴിഞ്ഞ് നമ്മളൊരു നൈറ്റ് റൈഡ് പോവാൻ ചുമ്മാ കൊറേ ആയില്ല നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട്, കലൂർ സൈഡൊക്കെ പോയിട്ട് കൊറേ ആയി. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരു നൈറ്റ് റൈഡ് പോലെ പോയിട്ട് വരാം, ബൈക്കിൽ നല്ല പതിയെ പോയിട്ട് വരാന്ന് ഓർത്തു. അല്ല അതെ ഒരു സെക്കൻഡ് എന്നെ കൈ വേനിക്കുന്നു വരാം. ആരൊന്ന് വിളിച്ചേ? നിന്റെ ഫ്രണ്ട്സ് കൊറേ ഉണ്ടല്ലേ? ഇവളുടെ ഫ്രണ്ട്സ്. നീ സമ്മതിച്ചോ നിന്റെ ഫ്രണ്ട്സാന്ന്? ആണോ? നമുക്ക് അങ്ങനെ നിനക്ക് ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? യെസ്, നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ഇവളുടെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് എന്നല്ല, എല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ആ പാടത്തിന്റെ അവിടെ എത്തി. ഇപ്പൊ കാണിച്ചുതരാം. നമ്മൾ ആ പാടത്തിന്റെ അടുത്ത് എത്തി. സോ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാ ഇന്നലെ രാത്രി നമ്മൾ പുറത്തു പോയി നമ്മളൊരു റൈഡൊക്കെ ലേറ്റ് നൈറ്റ് റൈഡ് പിടിച്ച് പോയതല്ലേ? അതെ. എന്നിട്ട് പണി കിട്ടി. എന്നിട്ട് എന്താ വെച്ചാൽ മഴ പെയ്തപ്പോ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു. അത് മഴ പെയ്ത് തീർന്നു. അപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ ചെറിയ തണുപ്പുണ്ടായിരുന്നു. ബൈക്കിൽ പോവാം. ഇപ്പൊ ചൂടല്ലേ, നമുക്ക് ആ തണുപ്പൊന്ന് കിട്ടുമ്പോ നല്ല ഫീലല്ലേ? അപ്പൊ അങ്ങോട്ടേക്ക് പോയി നമ്മള് കറക്റ്റ് പാലാരിവട്ടം പൈപ്പ് ജംഗ്ഷൻ വരെ എത്തിയപ്പോ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ അവിടെ പോസ്റ്റ് ആയി. നമ്മൾ അവിടുത്തെ ഒരു സൈഡായിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നിന്നു. കുറച്ചേരം നിന്നു. മഴ കുറയുന്നില്ലായിരുന്നു. കുറെ നേരം നിന്നു. പിന്നെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോവാന്ന് ഓർത്ത് പിന്നെയും വണ്ടി എടുത്ത് പോയി. നല്ല മഴയായി. പിന്നെ നമ്മള് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ. നമ്മുടെ പ്ലാന് നമ്മള് ആ എൻഡ് വരെ മറൈൻ ഡ്രൈവ് ആ ക്വീൻസിൽ എൻഡ് വരെ പോയിട്ട് വരാന്നായിരുന്നു. പക്ഷെ നമ്മള് നമ്മളതിന്റെ കോട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പകുതിയിൽ നമ്മൾ വണ്ടി തിരിച്ചു. അല്ലാതെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ. ബൈക്ക് ആയതുകൊണ്ട് നമ്മള് കോട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ. ഇവിടെയാണ് മറ്റേ സിനിമ തിയേറ്റർ വരുന്നത്. ഇവിടെയാണ് തിയേറ്റർ വരുന്നത്. ഓൾമോസ്റ്റ് ഈ പണിയൊക്കെ കഴിയാറുന്നത്. ഭയങ്കര സ്പീഡായി ഇവരുടെ വർക്ക്. നമ്മള് അന്ന് കണ്ടപ്പോ അന്ന് അതേപോലെ നമ്മളൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇപ്പൊ നല്ലോണം അവര് പ്രോഗ്രസ് ചെയ്തു. 2-3 നിലയ്ക്ക് വന്നു. അതില് പോവല്ലേ? ലുക്ക് നോക്കിയതാ. ഫിറ്റ് ചെക്ക് ആണേ. നല്ല ഔട്ട്ഫിറ്റ്. നിന്റെ ഊട്ടഡ് എന്നേതാ? ഊട്ടഡ് മീൻസ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഊട്ടഡ്. എന്റെ ഊട്ടഡ് എങ്ങനെയുണ്ട്? വാ 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 വരുവാ. ഇതാണ് എന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കടാ. അയ്യോ, ഗ്ലാസ് എടുക്കാൻ തട്ടി നിന്നു. ഇന്ന് ഭയങ്കര പാർക്കിംഗ് ഒക്കെ ഫ്രീയാ. പാർക്കിംഗ് അല്ല, സാധാരണ ഇത്ര ഫ്രീ ആയിട്ട് ഈ ജിമ്മ് കാണാറില്ല അല്ലേ? അത് ഫുള്ളായിരിക്കും. ഇവിടെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഇട്ടുണ്ടാവും. ഇന്നിതാ കുറച്ച് നല്ല ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോവാം അല്ലേ? അത് ലൈറ്റ് കുറവാണ്. നമുക്ക് വീഡിയോ എടുക്കാം. പാട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ജിമ്മിൽ ആദ്യം വന്ന് നിൽക്കുന്ന സ്ഥലമായത് അല്ലേ? അത് വേറെ എവിടെയും പോയില്ലല്ലേ? ഇവിടെ വന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ലുക്കായിട്ട് ഇറങ്ങുള്ളൂ അല്ലേ? അത് അല്ലേലും നീ ലുക്കാ, നീ പൊളിയാ. മതി വേറെ ലെവലാണ്. ഇവര് സംസാരിച്ച കേട്ടോ, എനിക്കൊന്നും അറിയില്ല ഇവരുടെ ഭാഷ. ഓ, ഇവര് ഹിന്ദി അല്ല, വേറെയാ സംസാരിക്കുന്നത്. ഹിന്ദി പറയും, നമ്മളെ കൊണ്ടാവില്ല. അതെ, അതും പറയാവൂല. യെസ്. അപ്പൊ ഞാൻ ബോട്ടിലിൽ വെള്ളം നിറക്കാൻ പോകുന്നു. വെള്ളം എടുക്ക്. ഇവളാണ് വെള്ളം നിറക്കുന്നത്. സാധാരണ ഞാനാണ് എടുക്കുന്നത്. പിന്നെ എന്തോ വീഡിയോയ്ക്ക് വേണ്ടി അവൾ എടുക്കുന്നവർ അഭിനയിക്കുന്നത് അല്ലേ? അതെ. അല്ല അല്ലേ, നീ എടുക്കാറില്ലല്ലോ വെള്ളം? ഞാൻ എടുക്കും. ആണോ? ഇന്ന് ലെഗ് ഡേ ആണ്. ലെഗ് ഡേ പവർ ആക്കുമല്ലേ? പൊളിക്കല്ലേ? ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവാണ്. അത്യാവശ്യം തിരക്കില്ല കേട്ടോ. ഇന്ന് കൂടുതലും കുറവ് തിരക്കാണ്.
എന്നാലും എനിക്ക് അവരെ കാണുമ്പോൾ ജയന്തിനെ പോലെ തന്നെ തോന്നുന്നു. ആണോ? തോന്നുന്നു. അത്ര ഇല്ല. ഇത് പിടിച്ച് ജയന്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആൾ ഇവിടെ ഉണ്ട്. ആളെ കണ്ടിട്ടാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര ഇല്ല, എന്നാലും എവിടെയോ ഒരു ഇതുണ്ട്, ഷേപ്പ് ഉണ്ട്. വിചാരിച്ചായിരുന്നു. എവിടെയോ ഒരു ഷേപ്പ് ഉണ്ട്, എവിടെയോ ഒരു ഷേപ്പ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ? നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? കമോൺ കമോൺ, വാമപ്പ്. എന്താ അതെ ലെഗിന് എന്തിനാ ലെഗ് വർക്കൗട്ടിന് തല വാമപ്പ് ചെയ്യുന്നത്? അതെന്തായാലും നമ്മള് മൊത്തം ചെയ്യണോ? അങ്ങനെയാണോ? നീയാണോ കോച്ച്? ബാക്കിയുള്ള പാർട്സ് എന്ത് വിചാരിക്കും? അത് ശരിയാ, എന്ത് വിചാരിക്കും? എന്നെ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും. എന്റെ ഒക്കെ ഇപ്പോഴും ഉറങ്ങുമായിരിക്കും. അപ്പൊ ഞാൻ ഈ കൈയും കൂടെ ചെയ്യാം. അപ്പുറം നമുക്ക് കുറച്ച് ചെയ്താൽ മതിയല്ലേ? ഇവിടെ എന്തിനാ ലാഡറൊക്കെ വെച്ചേക്കുന്നത്? ചൂടെടുക്കുന്നുണ്ടോ? AC കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ അവര് ഓണാക്കിയതേ ഉള്ളൂ AC. അതാണ് നമുക്ക് ചൂടെടുക്കുന്നത്. കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മതി. ഇതും കൂടെ ചെയ്ത് തീർക്കാം. അപ്പുറം കുറച്ച് മതി, ലോവറും കുറച്ച് മതി. കാല് തീരാൻ പോകുന്നു, പാവം കാല്. ഞാൻ എത്രയൊന്നും ചെയ്യില്ലേ. നീ ചെയ്യൂലേ? ഹെവി ലെഗ് വർക്കൗട്ട് അല്ല, അന്ന് ചെറിയ ലെഗ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ ചെറിയ ലെഗ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹെവി ആയിട്ട് ചെയ്യാറില്ല. എന്നെ ഹെവി ആയിട്ട് ചെയ്യാതെ ഇവർ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ വലിയ വലിയ വെയിറ്റുകൾ എടുത്ത് വലിയ വലിയ വെയിറ്റുകൾ പൊക്കിയേനെ. എന്തുകൊണ്ട് ഇവർക്ക് എന്നോട് കുറച്ച് സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്ക്വാട്ടാണോ? സ്ക്വാട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലെഗ് സ്ക്വാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്താ ഉറക്കം വരുന്ന ഇതുവരെ ഉറക്കത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല പാവം വെച്ച്. എന്നിട്ട് ചെയ്യാനുള്ള മൂടൊന്നും ഇല്ല. അത് നീ പൊക്കിയാ മതി. പൊക്ക്. ആരോ അങ്ങനെ വെച്ചിട്ട് പോയതാ ഏറ്റവും താഴെ. അങ്ങനെയല്ല, നീ ഇരുന്ന് പൊക്കിയാ മതി. എപ്പോഴും കേറും. അയ്യോ കുടുങ്ങിയോ? പൊക്കിക്കോ. ഇങ്ങനെ വെച്ചിട്ട് പോയതാ. ഇങ്ങനെ എടുക്കുമ്പോ പേടിയാവുന്ന എനിക്ക്. ഭയങ്കര താഴെയല്ലേ? ഒക്കങ്ങടേ ഇവളെ ഇതിന്റെ അകത്ത് കുടുങ്ങി ഗൈസ്. ഇങ്ങനെയായിരുന്നോ? അങ്ങനെ തന്നെ. ഫ്രണ്ടിലേക്ക് വെക്ക് കാല് കുറച്ചും കൂടെ. ഓക്കെ ചെയ്തോ. 1 2. ഞാൻ സ്മിത്ത് മെഷീനിൽ സ്ക്വാട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇവർക്ക് സ്മിത്ത് മെഷീൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ സ്മിത്ത് എന്ന് പറഞ്ഞ പേര് ഇവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. സ്മിത്ത്. എനിക്ക് പേരിനോട് പ്രശ്നമൊന്നുമില്ല ഗൈസ്. പ്രശ്നം എന്താന്ന് വെച്ചാ ഇതിന് ഓൾറെഡി ഭയങ്കര വെയിറ്റ് ഉണ്ടാവും ഈ മെഷീന് തന്നെ. അതെനിക്ക് താങ്ങാൻ പറ്റാത്ത വെയിറ്റാ. ഇവനൊക്കെ അതല്ലാണ്ട് വേറെയും വെയിറ്റ് എക്സ്ട്രാ ആയിട്ട് അടിക്കും. എനിക്ക് അതിന്റെ ഒറിജിനൽ വെയിറ്റ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പറ്റും, അത് നിനക്ക് പറ്റും. നീ വേണ്ടെന്ന് വെക്കുന്നോണ്ടാ. പാറാണോ? എന്റെ ആംസ് കാണിക്കുന്ന ഒരു ഇത് കണ്ടോ? ഞാൻ ആംസേ അടിക്കാറില്ല, പിന്നെ ആംസ് കാണിക്കുന്നത്. അജിത്തേട്ടനെ നമുക്ക് മിററിൽ കൂടെ കാണാം. 1 2 3. എന്താ നല്ല രസമുണ്ട്. നല്ല വെയിറ്റ് അതില് ചെയ്യണ്ടെന്ന്. ഇല്ല അത്ര വെയിറ്റ് ഇല്ല. ഉത്തഫി വീഡിയോയിൽ പെടുന്ന് പറഞ്ഞ ഒരു കോച്ച് അതിലെ കൂടെ ഓടുന്നു. ഞാൻ പോവാന്ന്. എന്തോ പേടിയാണ്. അതെ, നമ്മളെ പേടിയാ. ഉത്തഫിക്ക് നമ്മളെ പേടിയാ, വീഡിയോയിൽ പെടുന്നു. വിശക്കുന്നുണ്ടോ നിനക്ക്? വിശക്കുന്നില്ല. ഞാൻ പഴം കഴിച്ചിട്ടാ വന്നത്. വേഗം ചെയ്ത് തീർത്താ നമുക്ക് പോവാ. അതെ, എന്താ വിശക്കുന്നാ? എന്താ ഇവിടെ കിടന്ന് കളിക്കുന്ന? ഒരു വർക്കൗട്ടേ ചെയ്തിട്ടുള്ളൂ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി. അതുകൊണ്ട് വിശക്കുന്നു. കുഴപ്പമില്ല. ചെയ്തോ. ഇതല്ലേ നമ്മള് സ്ക്വാട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോയി. ഇതാണ് അതെ. നമുക്കൊരു ചാലഞ്ച് തരട്ടെ. എന്താന്ന് വെച്ചാ ഇതെന്താ ഇത്? കേളാണോ? ലെഗ് എക്സ്റ്റൻഷനില്
നീ സാധാരണ എത്ര കിലോ ഇട്ട് അടിക്കുന്നേ നിനക്ക് അറിയില്ലല്ലേ? അത് നീ പറയണ്ട. നിനക്കെന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? ഒരു 50 അല്ല, നിന്റെ ബോഡി വെയിറ്റ് എത്രയാ? 55. നിന്റെ ബോഡി വെയിറ്റ് ഇട്ട് നീ ഒരു 3 റെപ്പ് അടിച്ചാൽ നീ ചോദിക്കുന്നത് ഞാൻ വാങ്ങി തരും. 3 സെറ്റ് അല്ല, 3 റെപ്പ് 55 kg വേണ്ട. നീ ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ. നിക്ക് ഞാൻ പറഞ്ഞോട്ടെ, നീ എന്ത് ചെയ്യും? 5 എണ്ണം 3 റെപ്പ് അല്ല. നീ ചോദിക്കുന്ന എന്ത് വാങ്ങി തരും? എന്താ വേണ്ട? എന്ത് വാങ്ങിച്ചോ? ജിം പറ, എന്ത് വാങ്ങി തരും? മീൻസ് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, ഒരു ചെറിയ ബഡ്ജറ്റില്. അല്ല, ഞാൻ നിനക്കൊരു ജിം ഔട്ട്ഫിറ്റ് വാങ്ങി തരാം. നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മൾ ഡെക്കാത്തലോണിൽ പോകുന്നു, ഞാൻ വാങ്ങി തരുന്നു. ഓക്കെ, അതാ ചാലഞ്ച്. അടിക്കണം 5 എണ്ണം, 5 റെപ്പ്. അല്ലെങ്കിൽ വിശന്നിട്ട് കണ്ണു എന്നെ ഓണാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ. ചലഞ്ചാണ്. അപ്പൊ ഇത് നിന്റെ ബോഡി വെയിറ്റ് എത്ര? 55. ഇതാ നമ്മുടെ വെയിറ്റ് 55 ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇത് ഇൻ കേസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നീ എന്നെ കറക്റ്റ് അടിക്കണം, കറക്റ്റ് ഫോമിൽ അടിക്കണം. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ എവിടെയെങ്കിലും പോകുമ്പോ എന്നെ എടുത്തോണ്ട് പോവാ. കറക്റ്റ് ഫോമിൽ അടിക്കണേ. ഹോസ്പിറ്റലിൽ ആംബുലൻസ് എന്തെങ്കിലും വിളിക്കേണ്ടി വരുമോ? എന്നെ കൊണ്ട് പറ്റുമോ? എന്നാ വാ, ജയിക്കോ ഇവള്? എന്റെ ബോഡി ശരി 5 വേണ്ട, 3 എണ്ണം മതി. ചിലപ്പോ കൂടുതൽ അടിച്ച് ചിലപ്പോ 1 2 3 പോട്ടെ. 4 അടിക്കോ 5 6 പവറാണ് 7 മതി നിർത്ത്. 8 അയ്യോ കാലുണ്ടല്ലേ. അയ്യോ ജയിച്ചല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞാണേ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും അറിയോ? ജിം ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞത് ടീഷർട്ടും ഷോർട്സും, അല്ലാതെ അത് കൂടുതലൊന്നും. അതിന്റെ ഇന്നറൊക്കെ വേണം. ഇന്നറൊക്കെ നിന്റെ ഉണ്ടാവും. ഇല്ല, എന്റെ ഇല്ല, എനിക്ക് പുതിയ വേണം. നീ ചൂസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു നോർമൽ ബഡ്ജറ്റ് ആണ്. അറിയാണ്ട് ബഡ്ജറ്റ് ഒരു 10K ഒക്കെ വരും കേട്ടോ. 10K ഇതൊരു ചെറിയ ചാലഞ്ച് അല്ലേ? ഓൺലി 10K. ഒരാള് കിടക്കുന്നുണ്ട്. സീൻ ഉറക്കോട്ടോ. അമ്മി വയ്യാണ്ടായി. സമയം ഒരു 10 മണിയായിട്ടാ. ഇത് ഇപ്പൊ സമയം കാണുന്നില്ലോ. 10:15. അപ്പൊ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്കല്ല, ഇവക്ക്. അതിന്റെ ഹാങ് ഓവറിൽ നല്ല സ്പീഡിൽ അടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേഗം ഇതും കൂടെ ചെയ്ത് തീർത്തിട്ട് ഒരു ചെറിയൊരു സ്ട്രെച്ചും കൂടെ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഫുഡ് കഴിക്കാം. ജിമ്മിൽ വരുമ്പോ പ്രീ വർക്കൗട്ട് നിർബന്ധമായി കഴിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞ ഇവളുടെ അടുത്ത് കഴിച്ചിട്ട് വരാം. അതുകൊണ്ട് കഴിക്കാണ്ട് വന്നതാ. അപ്പൊ ഇവിടെ കിടന്ന് പെടയുന്നുണ്ട്. അടിക്ക്. കഴിഞ്ഞില്ലേ? അതി സ്പീഡാക്ക്. ഓട്. എന്താ എവിടെ പോകുന്നു? എന്റെ മാറ്റും കൂടെ എടുക്കോ? 2 മാറ്റ് എടുക്കണേ. നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമുക്ക് സമയമായി. അപ്പോൾ ഇനി ഇവള് വിശന്നിരിക്കുന്നതുകൊണ്ട് ഇനി വർക്കൗട്ട് ചെയ്താൽ അവള് തല കറങ്ങി വീണു പോകും. അതുകൊണ്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. സ്ട്രെച്ചിങ് ഇൻ പ്രോഗ്രസ് ആണ്. ഞങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ട് വരാം. എന്താ എവിടെ ഓടുന്നേ? പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നു. നമ്മള് സാധാരണ എടുക്കുന്ന സമയം എടുത്തിട്ടില്ല, അതിൽ കുറവാണ് എടുത്തിട്ടുള്ളത്. നല്ല കുറവായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വിശപ്പില്ല കേട്ടോ, ഇവക്കാണ് വിശന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് അത്ര വിശപ്പൊന്നും ഇല്ല. ഞാൻ പഴം കഴിച്ചിട്ടാ വന്നത്. പഴം ഒരു 3/4 കഴിച്ചിട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ലായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് സമയമായി. ഇവള് പിന്നെ വിശന്ന് കുടലി കത്തി. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേക്കാളും ബെറ്റർ
ഇവിടുന്ന് ഇറങ്ങി കഴിക്കാൻ പോകുന്നതായിരിക്കും അതല്ല അല്ലാതെ അതെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഇവിടെ സെറ്റ് ആയിരിക്കും തോന്നുന്നു. യെസ്, ഇവിടെ ഒരു പുതിയൊരു കഫേ വരുന്നുണ്ട്, റെസ്റ്റോറന്റ് വരുന്നുണ്ട്. സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജിമ്മിന്ന് ഇറങ്ങി ഇവിടെ തന്നെ കഴിക്കാം. നല്ല നെയ്യ് ആവുമ്പോ ഡൺ. ഇനി നമ്മൾ ആര്യസിൽ കഴിക്കാൻ വേണ്ടി പോവാണ്. ആര്യസിലല്ലേ? നിങ്ങൾ ആരുടെയും വീട്ടില് കാറ്റ്സ് ക്ലോ ഉണ്ടോ? ഇപ്പൊ അടുത്ത ട്രെൻഡിങ് ആയിട്ട് അതാണെന്ന് നമുക്ക് അറിയാം. അജിത്തേട്ടന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കാറ്റ്സ് ക്ലോ വളർത്താനായിട്ട്. നമ്മള് ബാൽക്കണിയിൽ വളർത്തിയാലോന്നുണ്ട്. കുറെ കൺട്രീസിൽ നിരോധിച്ച ഒരു സാധനമാണ് കാറ്റ്സ് ക്ലോ എന്ന് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. ആണോ? ഞാൻ കണ്ടില്ലല്ലോ. കാറ്റ്സ് ക്ലോ എന്ന് പേര് വരാൻ കാരണം ഈ പൂച്ചേന്റെ നഖം വെച്ച് അള്ളി പിടിക്കൂലേ, അതുപോലെ ഈ ഇതിന്റെ വേരോ വേരാന്ന് തോന്നുന്നു, വേര് നമ്മളെ ചുമരിലും എല്ലാം അങ്ങനെ അള്ളി പിടിക്കും. സോ അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നത്. ഇതിപ്പോ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് കാറ്റ്സ് ക്ലോ വാങ്ങാനിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടത് പറഞ്ഞതാ. അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷെ ചുമരിലൊന്നും കേറാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, വെക്കുന്നുണ്ടെങ്കിൽ അത് മര്യാദക്ക് അത് കൊണ്ട് നടക്കുവാണെങ്കിൽ, മീൻസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ നടക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കുള്ള സമയം വെച്ചിട്ട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്താ അത് പറമ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പറിച്ച് അതിങ്ങനെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് നമുക്ക് പിന്നെ ഫ്ലാറ്റിലല്ലേ, പറമ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ മണ്ണില് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്നെ പടർന്നേക്കും, കാടാവും. സോ അതൊക്കെ സീസൺ വരുമ്പോ ആ ഫ്ലവർ കാണാൻ നല്ല ഗ്രീനറി, അതിന്റെ അകത്ത് നല്ല ഫ്ലവേഴ്സ് ഒക്കെ അടിപൊളിയാ കാണാനായിട്ട്. വിശപ്പ് എനിക്ക് വിശക്കുന്നു. വിന്റേജ് കാർ അംബാസിഡർ അത് അത് ലെഫ്റ്റ് എടുത്ത് പോയി. അയ്യോ കിട്ടൂല നല്ല സ്പീഡില് പോയി ഒറ്റ KLR. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല കേട്ടോ. ഒരു വണ്ടി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഭാഗ്യത്തിന് ഒരു വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ലോട്ടറിയാണ്. അതെ, ഇതെന്ത് ലോട്ടറി? ആര്യാസിന്റെ ഫ്രണ്ടില് പാർക്കിംഗ് കിട്ടുന്നത് ഒരു ലോട്ടറിയാണ് ഗൈസ്. ആകെ 4 കാറേ കയറ്റിടാൻ പറ്റുള്ളൂ ഫ്രണ്ടില്. ബാക്കിയുള്ളത് ഇവരുടെ പാർക്കിംഗ് അപ്പുറ സൈഡ് ഉണ്ട്. അപ്പൊ അവര് വാലറ്റ് അവര് കൊണ്ടുപോയിട്ട് അവിടെ ഇടും. വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടിട്ട് നടന്നു വരണം. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് ആ ഒരു വണ്ടി എടുക്കുന്നോണ്ട് നമുക്കൊരു സ്പേസ് കിട്ടി. എത്ര കണ്ടിട്ടുണ്ടെന്നല്ലേ? അത്ര കണ്ടിട്ടുണ്ടോ? ഇനി പാർക്ക് ചെയ്തിട്ട് കാണാം. എന്റെ വയറ് കൂടുതൽ കഴിഞ്ഞ് മണം വരുന്നു. അതെ, നിർത്തുന്നു. എവിടെ വന്നിരിക്കുന്നു? വെൽക്കം ടു നമ്മള് സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ്. അല്ലാതെ അതെ, മോസ്റ്റ്ലി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്റ്റ് ചെയ്യാ ഇവിടുന്നായിരിക്കും. അതെന്താന്ന് അറിയില്ല, നമ്മളതില് അഡിക്റ്റ് ആയി പോയി അല്ലേ? എനിക്ക് പണ്ട് നോണായിരുന്നു രാവിലെ വേണ്ടത്. പക്ഷെ ഇവൻ എപ്പോഴും എന്നെ ഒരു ദിവസം ആര്യാസിൽ കൊണ്ടുവന്നു. ആ ഒരു വൈബ് സെറ്റായി. പിന്നെ വെജ് കഴിക്കുമ്പോ ഒരു ഫീൽ ഉണ്ട്. വെജിന്റെ ഒരു ഫീൽ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെജ് കഴിക്കുമ്പോ ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആര്യാസിൽ വരുന്നത്. ഇവിടെ നല്ല വെജ് കിട്ടുന്ന ആര്യാസ് മാത്രമേ ഉള്ളൂ. വേറെ അത്യാവശ്യം കുറച്ചും കൂടെ ഡീസെന്റ് ആയിട്ട് കിട്ടുന്നതൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് ഗീ പൊടി റോസ്റ്റ്, ഗീ മസാല ദോശ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ജിമ്മിൽ പോയി അതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് ഫാറ്റ് ആണെന്ന് ഞാൻ കേട്ടു അല്ലേ? ഗുഡ് ഫാറ്റ് ആണെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഗീ മസാല ദോശ കഴിക്കുന്നത് കേട്ടോ. അല്ല, എനിക്ക് എന്തോ കുറെ ദിവസമായി അത് കഴിച്ചിട്ട്. അപ്പൊ ഒരു ക്രേവിംഗ് കഴിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ ഫുഡ് വരട്ടെ എന്നാ. നമ്മളെ ഫുഡ് വന്നു. ആര്യാസിലെ നെയ്യ് റോസ്റ്റ്, ആര്യാസിലെ ഗീ പൊടി റോസ്റ്റ്, ഗീ മസാല ദോശ, ചട്നിയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുക. നിങ്ങൾ ആര്യാസിലെ ദോശ കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ? ഇവര് മടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇനി കൂടുതൽ കാണിക്കുന്നില്ല. നിങ്ങൾ ആര്യാസിലെ എക്സ്പ്രസ് വേയിൽ അതിലെ കൂടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ചൂട് ദോശ. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. നീ അറിയാണ്ട് നിന്നെ ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നു.
ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവല്ലേ? എന്തൊരു സമാധാനം അറിയോ. ഞാൻ നേരത്തെ വെച്ച എന്താ പറയാ, നമുക്ക് ബ്ലറായി പോലെ, വിഷനൊക്കെ ബ്ലറായി പോയി സത്യത്തില്. ആയിരുന്നു ഫുഡ് വന്നപ്പോ, അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. സംസാരിച്ചില്ല, ഒറ്റയടിക്ക് അകത്ത് കേട്ടനായിരുന്നു പരിപാടി. ഇവള് ഒറ്റയടിക്ക് ആ ഗീറോസ് ഫുള്ള് കഴിച്ചു തീർത്ത്. ഇന്ന് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഇവളുടെ. സാധാരണ എന്റെ പകുതി ഇവനാ കഴിക്കുന്നത്. ലാസ്റ്റ് ഞാനിങ്ങനെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ലോ ആവും എനിക്ക്. ആദ്യത്തെ ഒരു പോളിംഗ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പകുതി എത്തുമ്പോ അങ്ങനെ പതിയെ വണ്ടി സ്ലോ ആവും. അതുപോലെ ഇന്ന് കുറച്ചും കൂടെ പവർ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ലേ. അത് ആര്യസ്. ഇപ്പൊ നമ്മൾ ഇപ്പഴത്തെ ആര്യസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ്, പുതിയ ആര്യസ് തുടങ്ങുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. യെസ്, ഇതാണ് ആ പുതിയ ആര്യസ് അവര് തുടങ്ങുന്നത്. ഇതിന്റെ വേറെ ബ്രാഞ്ച് ആണോന്ന് അറിയില്ല, ഇതിന്റെ ഓപ്പോസിറ്റ്. ഇത് അടയ്ക്കുവോ പൂട്ടുവോ എന്നൊന്നും നമുക്കറിയില്ല. അവിടെ എന്തായാലും ഒരു ആര്യസ് തുടങ്ങുന്നെന്ന് നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ അതാണ് അത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇറങ്ങാല്ലേ? പോവാം. അതെ, എന്താ അതെ ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർ സീറ്റില് ഒരാള് പറഞ്ഞ അവിടുന്ന് ഇറങ്ങുമ്പോ തിരിച്ചു വരുമ്പോ ഞാൻ വണ്ടി എടുക്കാന്ന് പറഞ്ഞ, എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നോക്ക്. എന്താ അതെ, വണ്ടി എടുക്കുന്നില്ലേ? ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട് അല്ലേ? ഇവിടെ ഫുഡ് കഴിച്ചപ്പോ മയങ്ങിപ്പോയി ആള്. എന്നിട്ട് വണ്ടി എടുക്കുന്നത് ഒന്നും ഓർമ്മയില്ല. അങ്ങനെ കേറി ഇരുന്നു എപ്പോഴും പോലെ പാസഞ്ചർ സീറ്റില്. എന്താ മോനെ, അപ്പൊ എടുക്കുന്നില്ലേ വണ്ടി? ഞാൻ എടുക്കാം. നമ്മളിപ്പോ പോയി ഡ്രസ് മാറി ഇറങ്ങൂലേ, അപ്പൊ എടുക്കാം ഞാൻ. എടുക്കും ഉറപ്പായിട്ട് ഞാൻ ഇന്ന് എടുക്കും വണ്ടി. ഞാൻ എടുത്തിട്ട് നമുക്ക് എന്നാ ഇവള് എടുക്കുവോ, നമുക്ക് ഇന്ന് ഇവള് വണ്ടി എടുക്കുവോ നോക്കാം. പിന്നെ നമ്മളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു, ആ ചാലഞ്ചില് ഇവള് ജയിച്ചു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡെക്കാത്ലോണിൽ പോയിട്ട് ഇവക്ക് ഒരു ഔട്ട്ഫിറ്റ്, ഒരു ജിം ഔട്ട്ഫിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കാശ് ഇവളായിരിക്കും കൊടുക്കുന്നത്. കാശ് ഇവള് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. സെലക്ട് ചെയ്തിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീയാ കാശ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാ കാശ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഔട്ട്ഫിറ്റ് ഇവക്ക് സെലക്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം. ഓ, വലിയ ബഡ്ജറ്റാ. ഓക്കെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, പെട്ടെന്ന് പോവാം, നമുക്ക് അടുത്ത പരിപാടി ഉണ്ടല്ലോ. യെസ്, അടുത്ത പരിപാടി ഉണ്ട്. നമ്മൾ ഫ്ലാറ്റിലെത്തി. അതെ, കയറാൻ പോവാണോ? എന്റെ ഫിംഗർ പ്രിന്റ് വർക്കാവോ? ഇവിടെ മാത്രം. ആധാറിൽ പോലും വർക്കാവില്ല. ആധാറിന്റെ മറ്റേ പറ്റിയിട്ടില്ല. സീനാണ് ഇവളുടെ ഫിംഗർ പ്രിന്റ്. സ്ഥലത്തും വർക്കാവില്ല. പക്ഷെ നമ്മുടെ ഫ്ലാറ്റിൽ മാത്രം വർക്കാവും. ഇവിടെ അത്യാവശ്യം ഉണ്ടെന്ന് എന്റെ ഫിംഗറിന് അറിയാം. ഇവിടെ വർക്കായില് കയറാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഫ്ലാറ്റില് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടോ, ഇവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ പൂളൊന്നും ആരും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇവര് വൃത്തിയാക്കുന്നുണ്ട്, പക്ഷെ ആരും യൂസ് ചെയ്യാറില്ല. ലിഫ്റ്റ് വന്നു, നമ്മൾ ഫ്ലാറ്റിൽ കയറാൻ പോവാനേ. പോവാം. ഗൈസ്, നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു. കോസ്റ്റ്യൂം ചേഞ്ച്. പേടിച്ചു പോയാ? നമ്മളൊക്കെ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും കഴിഞ്ഞു. നമ്മളെ ജിം ഔട്ട്ഫിറ്റ് നിന്ന് മാറി നമ്മൾ ഒരു നോർമൽ ഔട്ട്ഫിറ്റിലേക്ക് വന്നിരിക്കുന്നു. എവിടെ പോകുന്നു പറ. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നത്. ഇന്ന് കൊച്ചിന്റെ മുടി മുറിക്കാൻ പോവാ അല്ലേ? മുടിയൊക്കെ വളർന്ന് കാടായി, അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. കളറൊക്കെ പോട്ടോ, ഹെയർ കളറൊക്കെ ഇന്ന് വേറെ ലുക്കിലാക്കാൻ പോവാ. ഇതുവരെ കണ്ട ലുക്കല്ല, ഇന്ന് വേറെ കളർ ചെയ്യണമെന്നുണ്ട്. ഞാൻ പ്രിപ്പയർഡ് അല്ല ഏത് കളർ എടുക്കുന്നുള്ളത്. ഇത് നീ ഇപ്പൊ ചെയ്ത കളർ തന്നെ നല്ല കളറായിരുന്നു. അത് ചെയ്യുമ്പോ അത്ര നല്ലതല്ലായിരുന്നു. പക്ഷെ ഫെയ്ഡ് ആയി വന്നപ്പോ നല്ലതായി. ഇപ്പൊ നല്ലതാ, പക്ഷെ അപ്പൊ കട്ട് ചെയ്താ അത് പോവും. ഇത്രേ ഉള്ളൂ ആക്ച്വലി. എനിക്ക് പതിയെ ചെയ്യണം. ഇന്നൊരു വേറെ ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അല്ല, ഇന്ന് വേറൊരു ഒരു ലുക്കിലേക്ക് പോകാൻ വേണ്ടി നമ്മള് നോക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബിഫോർ ലുക്ക്, ആഫ്റ്റർ ലുക്ക് നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവും. ഇത്രയുണ്ട് ബിഫോർ. ഓ, നല്ല ലെങ്ത് ആയിട്ടുണ്ട്, നല്ല ലെങ്ത് ആയി. അപ്പൊ നമ്മള് വേറെ ലുക്കാണ്. ലുക്ക് എന്താന്ന് കാണാൻ കണ്ടുകൊണ്ടിരിക്കൂ. നമുക്ക് അവിടെ പോയിട്ട് കാണാം. പുതിയ ഓട്ടോയാണ് അത്. ഇവരെന്താ വീഡിയോ എടുക്കുന്നത്? പുതിയൊരു വെറൈറ്റി ഓട്ടോ ആണല്ലോ. കൊള്ളാം. നമ്മള് ഇവിടെ ടോണിയൻ ഗൈയിലെത്തി. ഹെയറിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ലല്ലോ, ഉണ്ടല്ലോ, എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടല്ലോ.
നമ്മൾ ടോണിയൻ ഗൈലാണ് ഇന്ന് ബുക്ക് ചെയ്തത് ഇവക്ക്. ഈ പോൾസ് ക്രീമറിന്റെ മുകളില് കാക്കനാട് പോൾസ് ക്രീമറിന്റെ മുകളില് ടോണിയൻ ഗൈ പോവല്ലേ. 12:05 ഓക്കെ, എന്നാ നമുക്ക് കേറാം. 12 മണിക്കാണ് ബുക്ക് ചെയ്തത്. ഒരു 5 മിനിറ്റ് ഡിലേ ആയി, ലേറ്റ് ആയി. നമ്മൾ ഇതിലല്ലേ ഇത് വെക്കാം. ഞാനോ? ഓക്കെ, ഞാനാ ലേറ്റ് ആക്കിയത്. പോവാം. വേറെ ആരെങ്കിലും കേറിയിട്ടുണ്ടോ? അങ്ങനെ കയറുന്നില്ല, കുഴപ്പമില്ല. എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്. ലിഫ്റ്റ് ഒന്നും വർക്കിംഗ് അല്ല, പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ജയിലിൽ നിന്നുകൊണ്ടിരുന്നപ്പോ സാധനം വാങ്ങാൻ. സ്റ്റെപ്സ് കയറി പോകും. സെലക്ടിന്റെ സ്പെല്ലിംഗ് ഒക്കെ സെലക്ട്. ഇതാണ് സെലക്ട് മാർട്ട്. ഓ, സ്ട്രേഞ്ച് പ്ലേസ്. അതെ, ഭയങ്കര ഡാർക്ക് ആട്ടാ, വൃത്തിയില്ലല്ലോ. അതെ, മെയിൻ്റെനൻസ് കുറവാണ്. ഹെയർ കട്ടൊന്നും ബുക്ക് ചെയ്തല്ലോ. ആതിര ഈ ഒരു റെഫറൻസ് ആണ്. ഇവിടെ ഇതുണ്ടാവും, ഫേസ് ഫ്രെയിമിംഗ് ഉണ്ടാവും. ബാക്കില് വിയോ അല്ലെങ്കിൽ ബിഫോർ ലുക്ക് ആണോ? ബിഫോർ ആണ്. ഹെയർ എന്തൊക്കെയോ പറഞ്ഞു, ഇതൊരു കട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും എന്തൊക്കെയോ പറഞ്ഞ് സെറ്റ് ചെയ്ത് കട്ട് ചെയ്യുമ്പോ അറിയാം. ആറ്റിറ്റ്യൂഡില് പറയാം, കുറച്ച് ആറ്റിറ്റ്യൂഡില് പറയാം. ഏതൊരു ഹെയർ കട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഏതാന്ന് കറക്റ്റ് അറിഞ്ഞൂടെ. എനിക്ക് ഫ്രണ്ടില് ഫേസ് ഫ്രെയിമിങ് ചെയ്തിട്ട് ഒരു ആക്ട്രസിന്റെ ടൈപ്പില് നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ആണെന്നറിയില്ല, എന്റെ കുറച്ച് കേളി ഹെയർ ആണ്. കുറച്ച് ചിലപ്പോ ചെയ്ത് കഴിയുമ്പോ കുറച്ച് കേറി പോകും. കേളി അല്ല, വേവി ഹെയർ ആണ്. എന്റെ ടെക്സ്ചറിന് അത് എങ്ങനെ വർക്ക് ആവും അറിയില്ല. നമുക്ക് കാണാം, ഹെയർ വാഷ് ചെയ്തിട്ട് നമുക്ക് കട്ടിങ് ഒക്കെ പതിയെ കാണിക്കാം. ഓടിക്കോ. ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നു, ഇനിയാണ് പരിപാടി തുടങ്ങുന്നത്. അല്ലാതെ ബിഫോർ ആഫ്റ്റർ ബിഫോർ ലുക്ക് എടുത്തായിരുന്നു. ബിഫോർ എന്ത് എപ്പോഴും കാണുന്നല്ലേ. ബോയ് കട്ട് അടിക്കണമെന്നുണ്ടായിരുന്നു. നിനക്കോ? ബോയ് കട്ട് അടിച്ചോ, പക്ഷെ അത്രയും പെട്ടെന്ന് മുടി കുറച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ ആയിരിക്കും. കുറച്ച് വരുന്നതായിരിക്കും നല്ലത്. കുറച്ചായിട്ട് കുറച്ചുമ്പോ അതില് വെറൈറ്റി ഇല്ല. വെറൈറ്റി ഉണ്ട്. ഒറ്റയടിക്ക് നിനക്കത് പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഹെയർ കട്ട് ചെയ്തു. ഒയ്യോ, പോയി, എന്റെ മുടി പോയി. ഹെയർ കട്ട് ചെയ്യാൻ പോയി ഞാനൊരു ലെങ്ത് പറയും. കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് അത് കുറഞ്ഞു പോകും. പിന്നെ എനിക്ക് വീട്ടിൽ പോയാൽ നല്ലോണം കിട്ടും. പേരെന്താ? കാശിം അലി. യു ആർ ഫ്രം UP? ഓ, ആള് UP-ന്ന് വന്നാണ് കേട്ടോ. ഓ, മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മനസ്സിലാവും. എത്ര മതിയാവും? നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷെ എത്ര വർഷമായി ഇത്? 13 years. ഓ, 13 years ആയിട്ട് കേരളത്തിലാണ്. ഇൻ കൊച്ചി 13 years. ഓ, 9 years കൊച്ചിയിലാണ് ആള്. അപ്പോൾ നല്ലോണം പഠിച്ച് മലയാളമൊക്കെ പഠിച്ചു. നമ്മളൊരു 5-6 വർഷം പോയിട്ട് നോർത്തിൽ ജീവിക്കണം. അപ്പം നമുക്ക് ഹിന്ദി പഠിക്കാൻ പറ്റും. അല്ലേ? അതെ, ഹിന്ദി പഠിക്കണം. ബലേജ് ഹെയർ കളർ ചെയ്താൽ 1 year നിൽക്കുന്ന പറയാം. ചെയ്യുന്നു മതി. കളർ ചെയ്യാൻ പ്രിപ്പയർ ആയി വന്നതല്ല, ഹെയർ കട്ടിന് പ്രിപ്പയർ ആയി വന്ന. അതുകൊണ്ട് ഇപ്പൊ കളർ ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ചെയ്ത കളർ എന്തായാലും ഈ ഹെയർ കട്ട് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് പോവും. അപ്പൊ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും ഇനി. അത് നെക്സ്റ്റ് ടൈം നമ്മൾ പ്രിപ്പയർ ആയിട്ട് വരാം. അല്ലാതെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഹെയർ കട്ടിങ് കഴിഞ്ഞല്ലാതെ ഹെയർ കട്ടിങ് കഴിഞ്ഞ ഇനി സെറ്റിംഗ് ആണ്. ക്യാറേ സെറ്റിംഗ് ആ. ഞാൻ ഇങ്ങനെ പോവാൻ പോകുന്നത്. കൊള്ളാം, സൂപ്പർ ഹെയർ സ്റ്റൈൽ. ഞാൻ എങ്ങനെ പോവാൻ പോകുന്നത്? നീ സെറ്റ് ചെയ്യുമ്പോൾ വേറെ ലുക്കിലായിരിക്കും ആള്.